കെയ്ൻസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായിട്ട് ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു ട്രാവൽ ഡെസ്റ്റിനേഷൻ ആയിരുന്നു കെയ്ൻസ് എന്നത്. ഇന്നലെ രാത്രി 11 മണിക്ക് ഞങ്ങൾ മെൽബണിൽ നിന്നും ഫ്ലൈ ചെയ്ത് കെയ്ൻസ് എയർപോർട്ടിൽ വന്നിറങ്ങി. 3 മണിക്കൂർ 15 മിനിറ്റ്സ് ആയിരുന്നു ഫ്ലൈറ്റ് ടൈം ഉണ്ടായിരുന്നത്. അതുപോലെ ഞങ്ങളുടെ ഫ്ലൈറ്റ് ചാർജ് എന്ന് പറയുന്നത് പെർ പേഴ്സൺ ഓൾമോസ്റ്റ് $350 ആണ് ആയത്. ഇന്നത്തെ ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത് ഒരു വെള്ളച്ചാട്ടം കാണാൻ പോവുക എന്നുള്ളതായിരുന്നു. അതിൻ്റെ പേരെന്ന് പറയുന്നത് ക്രിസ്റ്റൽ കാസ്കേഡ്സ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വാട്ടർഫാളിന് പാരലായിട്ട് ഒരു വാക്കിംഗ് പാത്ത് വേ ഉണ്ട്. അവിടെ നമുക്ക് ഒരു 20 മിനിറ്റ്സ് വാക്കിംഗ് ഉണ്ട്. അതിനുശേഷം നമുക്കൊരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാട്ടർഫാളിലേക്ക് എത്തിച്ചേരും. ഇതിൽ ഞങ്ങൾ പോയത് വൈറ്റ് വാട്ടർ റാഫ്റ്റിങ്ങിനായിരുന്നു. വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ് എന്ന് പറയുന്നത് കെയ്ൻസിൽ നിന്നും 2 അവർ വേ ഉള്ള ഒരു സ്ഥലത്ത്, തുള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഉള്ളത്. തുള്ളി റിവർ എന്നാണ് ആ റിവറിൻ്റെ പേര്. അതിലാണ് റിവർ റാഫ്റ്റിംഗ് ചെയ്യുന്നത്. പെർ അഡൾട്ടിന് $200 ആണ് ഞങ്ങൾക്ക് ആയത്. 2 നിങ്ങൾ കെയ്ൻസിൽ വരുമ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടാൻ പോകുന്ന ഒന്ന് തുള്ളി റിവർ, ഒന്ന് ബാരൻ റിവർ. എക്സ്പീരിയൻസ് ആയിരിക്കണമെന്നൊരു നിർബന്ധമില്ല. പക്ഷേ 13 വയസ്സിൻ്റെ മുകളിലുള്ള കുട്ടികളെ മാത്രമേ കൊണ്ടുപോകുള്ളൂ. ഞങ്ങൾ ചെയ്തത് 2 ഫാമിലി ഉള്ളതുകൊണ്ട് ഒരു ഫാമിലി കുട്ടികളെ നോക്കി കടയിൽ ഇരുന്ന സമയത്ത് മറ്റേ ഫാമിലി പോയി. അതുപോലെ നേരെ തിരിച്ച് 12:30 സ്റ്റാർട്ട് ചെയ്ത് വൈകുന്നേരം 6:30 ഫിനിഷ് ആയത്. 6:30 നമുക്കൊരു ഡിന്നറോടുകൂടിയാണ് പരിപാടി ഫിനിഷ് ആയത്. അടുത്ത ദിവസം ഞങ്ങൾ ഹാർട്ട്ലി ക്രോക്കഡൈൽ അഡ്വഞ്ചർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് പോയത്. ഇവിടുത്തെ എൻട്രി ടിക്കറ്റ് $45 പെർ പേഴ്സൺ ആയിരുന്നു അഡൽട്സിനുണ്ടായിരുന്നത്. 3 ഈവൻറ്റ്സ് ആണ് മൊത്തത്തിൽ ഇതിലുള്ളത്. ഒന്നൊരു ബോട്ട് സഫാരി ഇൻസൈഡ് ദ ലേക്ക് വിത്ത് 20 ക്രോക്കഡൈൽസ്. അവർ നമ്മളെ കാണിച്ചു തരും ഓരോ ക്രോക്കഡൈലിൻ്റെ നെയിംസ് എന്തൊക്കെയാണ്, അതിൻ്റെ സൈസ് എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ ഒരു ക്രോക്കഡൈൽ ഷോയ്. ഇത് ഒരു 600 കിലോഗ്രാം സൈസുള്ള ഫ്രഷ് വാട്ടർ ക്രോക്കഡൈലിൻ്റെ കൂടെ ഒരു ഷോയാണ്. ഇതേപോലെ കെയ്ൻസിലെ എല്ലാ ലേക്കിലും അല്ലെങ്കിൽ കടലിലും ഒക്കെ ക്രോക്കഡൈൽസ് ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഇതൊരു ബേസിക്കലി അവയർനെസ് ഷോ ആണ്. അതായത് ഇവിടെ വരുന്നവർക്ക് വേണ്ടിയുള്ള ഒരു അവയർനെസ് ഷോ ആണ്. പിന്നെ അതുകൂടാതെ ഒരു സ്നേക്ക് ഷോ ഉണ്ട്. കുറച്ച് പിക്നിക് ഏരിയ ഇതിന് സറൗണ്ടിങ് ഏരിയയിലും ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത്. മൊത്തത്തിൽ ഒരു 12:30 PM തൊട്ട് 4:30 PM വരെ ഫിനിഷ് ആകുന്ന രീതിയിലുള്ള അറേഞ്ച്മെൻ്റ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. നെക്സ്റ്റ് ഞങ്ങൾ പോയത് കുറണ്ട റെയിൽവേ ആൻഡ് സ്കൈ റെയിൽ ആയിരുന്നു. ഇതും ഒരു ഫുൾ ഡേ എക്സ്പീരിയൻസ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്രോക്സിമേറ്റ്ലി $130 ആണ് പെർ അഡൽട്ടിൻ്റെ ടിക്കറ്റ് പ്രൈസ്. അതിൽ 1 വേ പോകുന്നത് ഒരു ട്രെയിനിലാണ്. ഫോർ 1.5 hours ആണ് ഉള്ളത്. അത് ഫോറസ്റ്റിൻ്റെ നടുക്കൂടെയാണ് ഒരു ട്രെയിൻ ജേർണി. പിന്നെ അതിനുശേഷം അവിടെ ഒരു വില്ലേജിൽ നമ്മളെത്തും. അവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. ബട്ടർഫ്ലൈ ഗാർഡൻ ആണ് വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ ദെയർ. ഞങ്ങൾ അവിടെ വിസിറ്റ് ചെയ്യുകയുണ്ടായി. അതിൻ്റെ ടിക്കറ്റ് $40 ആണ് ഒരു അഡൾട്ടിനാവുന്നത്. 2 hours അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തതിന് കഴിഞ്ഞതിന് ശേഷം സ്കൈ റെയിൽ യൂസ് ചെയ്താണ് നമ്മൾ താഴോട്ട് വരുന്നത്. വൺ ഓഫ് ദി ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഈ സ്കൈ റെയിൽ എക്സ്പീരിയൻസ് ഇൻ മൈ ലൈഫ്. രാവിലെ 9 സ്റ്റാർട്ട് ചെയ്ത് ഒരു 5 PM ആകുമ്പോൾ നമ്മൾ റിട്ടേൺ കൊണ്ടേ നമ്മൾ പാർക്ക് ചെയ്ത സ്ഥലത്ത് വിടും. അങ്ങനെയാണ് ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് കെയ്ൻസ് വരുന്നവർ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ദിവസം എത്തിച്ചേർന്നു. അവസാനം ഗ്രേറ്റ് ബാരിയർ റീഫ് ഡേ. സ്നോർക്കലിംഗ് ആൻഡ് സ്കൂബ ഡൈവിംഗ് ആയിരുന്നു ഇന്ന് ഞങ്ങളുടെ ലക്ഷ്യം. പെർ പേഴ്സൺ $300 ആണ് ആയത് ഈ ഫുൾ ഡേ ആക്ടിവിറ്റിക്ക്. രാവിലെ 9 മണിക്ക് പോയിട്ട് വൈകുന്നേരം 5 മണിക്കാണ് നമ്മൾ തിരിച്ചു കൊണ്ടുവിടുന്നത്.
അവർ കൊണ്ടുപോകും. ഒരു അഡ്വൈസ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ സ്കൂബ ഡൈവിങ്ങിന് പോകാതിരിക്കുക. ഒന്ന് വാട്ടറുമായിട്ട് സ്നോർക്കലിംഗ് ചെയ്ത് പരിചയം ആയതിനു ശേഷം സ്കൂബ ഡൈവിങ്ങിന് പോവുക. കാരണം നമ്മുടെ മൂക്കടച്ച് വെച്ച് വായിൽ കൂടിയാണ് ശ്വസിക്കുന്നത്. അപ്പോൾ അതിനൊരു എക്സ്പീരിയൻസ് ആയതിനു ശേഷം മാത്രം സ്കൂബ ഡൈവിങ്ങിൽ പോവുക. സ്കൂബ ഡൈവിങ് എന്നത് ഡീപ്പ് ഡൈവിംഗ് ആണ്. സീ സിക്നസ് വളരെ കോമൺ ആണ്. ആദ്യം തന്നെ ആ ടാബ്ലറ്റ് വാങ്ങിയെങ്കിൽ കഴിച്ചേക്കുക. അപ്പോൾ പിന്നെ അത് ഒഴിവാക്കിക്കോളും. വൺ ഓഫ് ദി ലൈഫ്സ് ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ് സ്കൂബ ഡൈവിങ്. അത് ഒരു വേർഡിനും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ ആവണം എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. വൈകിട്ട് ഒരു 5 മണിയായപ്പോൾ നമ്മൾ റിട്ടേൺ കൊണ്ടുവിട്ടു കെയ്ൻസിൽ. ബോട്ട് ക്രൂ ഒക്കെ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. ഓട്ടോ പാക്കേജിന് വേറെ ക്യാഷ് കൊടുക്കണം. ഒരു $50 ഒരു ഫാമിലിക്ക് ആവുന്നത് ഫോട്ടോയ്ക്ക്. അവർക്ക് ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട് നമ്മൾ വെള്ളത്തിലുള്ളപ്പോൾ നമ്മുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി. നമ്മളുടെ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യാൻ ഇത്തിരി ടഫാണ്. ഞങ്ങൾ യൂസ് ചെയ്തത് പാഷൻ ഓഫ് പാരഡൈസ് എന്നൊരു കമ്പനി ആയിരുന്നു. കുറേ അധികം ഉണ്ട് അവിടെ. ഓഷ്യൻ ഫ്രീഡം, ഓഷ്യൻ ഫ്രീ, അങ്ങനെ കുറേ അധികം. ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക, പോവുക. 10 മണി ആണ് ഇൻ മൈ എക്സ്പീരിയൻസ് സ്കൂബ ഡൈവിങ് ആൻഡ് സ്നോർക്കലിംഗ്. ഞങ്ങൾ തിരിച്ചു പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ലേൺ ചെയ്ത ലെസൺസ് എന്താണെന്ന് കുറച്ച് കാര്യങ്ങളുണ്ട് കെയ്ൻസിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നെന്ന് പറയുന്നത് പിള്ളേർക്കുള്ള ചൈൽഡ് സീറ്റ് മസ്റ്റായിട്ടും അവിടെ നിന്ന് തന്നെ ബുക്ക് ചെയ്യുക. കെയ്ൻസിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള ഏറ്റവും സാധ്യതയുള്ള കാര്യം എന്ന് പറയുന്നത് ഏത് വാട്ടർഫാൾസിൽ പോകും എന്നുള്ളത്. കാരണം കുറേയധികം വാട്ടർഫോൾസ് ഉണ്ട്. ഇവിടെ മഴ വളരെയധികം കിട്ടുന്ന ഒരു സ്ഥലമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും അധികമായിട്ട് റെയിൻ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ റെയിൻ ഫോറസ്റ്റുകൾ ഇഷ്ടം പോലെയുണ്ട്. അതുപോലെ തന്നെ ഈ റെയിൻ ഫോറസ്റ്റിലൊക്കെ തന്നെ വാട്ടർഫോൾസും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ നോക്കുമ്പോൾ ഇഷ്ടം പോലെ വാട്ടർഫോൾസ് കാണും. അതിൽ എനിക്കിഷ്ടപ്പെട്ട വാട്ടർഫോൾസ് എന്ന് പറയുന്നത് മിലാമില വാട്ടർഫോൾസ്, ക്രിസ്റ്റൽ കാസ്കേഡ്സ്. ഒരു വാർണിംഗ് മെസ്സേജ് എല്ലാ ബീച്ചുകളിലൂടെയും അല്ലെങ്കിൽ എല്ലാ റിവറിൻ്റെ സൈഡിലൂടെ അവിടെ കഴിഞ്ഞ 100 ഇയറിൽ മുതലേ കണ്ടിട്ടുണ്ടെങ്കിൽ എഴുതി വെക്കാറുണ്ട്. അത് സൂക്ഷിച്ച് അല്ലെങ്കിൽ അത് നോക്കിയതിന് ശേഷം മാത്രം അവിടെ ഇറങ്ങാൻ ശ്രദ്ധിക്കുക. എനിക്കെന്ന പോലെ തന്നെ എൻ്റെ കൂട്ടത്തിൽ വന്നവർക്കുള്ള ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കേരളത്തിലെ സാധനങ്ങൾ. കെയ്ൻസിലേക്ക് വരുമ്പോൾ ട്രോപ്പിക്കൽ വെതർ ആയിരുന്നു. കേരളത്തിലെ സാധനങ്ങളായ ഏത്തയ്ക്കാപ്പഴം, ചക്ക, മാങ്ങ, കൈതച്ചക്ക, കപ്പ ഇതൊക്കെ വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹം പോലെ വന്നപ്പം അത്ര ഈസി അല്ലായിരുന്നു. കാരണം ഗൂഗിളിൽ തപ്പുമ്പോൾ നിങ്ങൾക്കൊന്നും ഈസി ആയിട്ട് കിട്ടില്ല, എവിടെയാണുള്ളതെന്ന് മനസ്സിലാവില്ല. അതിനുശേഷം കുറേയധികം റിസർച്ച് നടത്തിയതിന് ശേഷം ഞങ്ങളൊരു ഇന്ത്യൻ കടയിൽ പോയപ്പോൾ ഒരു ഇന്ത്യക്കാരനെ കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് റസ്റ്റീസ് മാർക്കറ്റിലാണ് ഇതെല്ലാം കിട്ടുന്ന സ്ഥലം. ആ റസ്റ്റീസ് മാർക്കറ്റ് കെയ്ൻസ് സിറ്റിയുടെ അടുക്കാണുള്ളത്. അത് നിങ്ങൾ പോയി അവിടുന്ന് ഇത് വാങ്ങിക്കാൻ ശ്രമിക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ 2 ഇന്ത്യൻ ഗ്രോസറി ഷോപ്പ് ഞങ്ങൾക്ക് കാണാൻ സാധിക്കും. ഗൂഗിളിൽ തപ്പിയാൽ നിങ്ങൾക്ക് 2 എണ്ണമേ കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ മെൽബണിലാണെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ സബർബിൽ തന്നെ ഓൾമോസ്റ്റ് ഒരു ഇന്ത്യൻ കടയും ഉണ്ടാവും. പക്ഷേ ഇവിടെ അങ്ങനെ എല്ലാ ഏരിയാസിലും ഇന്ത്യൻ കടകളിൽ ഞങ്ങൾ കണ്ടില്ല. അതുപോലെ തന്നെ 2 എണ്ണമാണ് കണ്ടത്. ഞങ്ങൾ മെയിനായിട്ട് പോയത് ജയംബെ എന്ന് പറഞ്ഞൊരു ഗ്രോസറി ഷോപ്പാണ്. പിന്നെ കെയ്ൻസിൽ വരുന്നതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഗ്രേറ്റ് ബാരിയർ റീഫാണ്. തന്നെ റീഫ് ടെർമിനലിൽ നിന്ന് നമ്മൾ ഓൾമോസ്റ്റ് 2 അവർ ജേർണി ചെയ്താണ് ഈ പറഞ്ഞ ഐലൻഡിലേക്ക് എത്തുന്നത്. കടലിലേക്ക് നമ്മൾ ജേർണി ചെയ്ത് 2 അവർ പോയി ബോട്ടിൽ പോയാണ് നമ്മൾ ഈ പറഞ്ഞ ഐലൻഡിലേക്ക് എത്തുന്നത്. ആ ഐലൻഡിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് സീ സിക്നസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എനിക്കൊരിക്കലും ജീവിതത്തിൽ ഛർദ്ദിച്ചിട്ടുള്ള ഒരാളല്ല ട്രാവൽ ചെയ്യുമ്പോൾ. പക്ഷേ ഞാൻ ഇതിൽ ഛർദ്ദിച്ചില്ല. പക്ഷേ ആ ഒരു സീ സിക്നസ് എന്ന് പറയുന്നത് എനിക്കുണ്ടാവില്ല എന്ന് എല്ലാവരും പറയുമെങ്കിലും അത് ഉണ്ടാവാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. ബിസിനസ് ആയതുകൊണ്ട് തന്നെ നമ്മളോട് പറയും നമ്മളവിടെ എത്താൻ പോവുകയാണ്, നിങ്ങൾ റെഡി ആയിരിക്കുക എന്ന് പറയും. അപ്പോൾ തന്നെ നമ്മൾ റെഡി ആയിരിക്കണം. കാരണം അവർക്കൊരു നിശ്ചിത സ്ലോട്ടുണ്ട്. 20 മിനിറ്റ്സിന് സ്നോർക്കലിങ്. ആ സമയത്ത് ഇന്ന് മറ്റ് ഒരു ബാച്ച് സ്കൂബ ഡൈവിങ്ങിന് പോകും. അതിനുശേഷം ആ സ്കൂബ ഡൈവിങ്ങിന് തിരിച്ച് വന്നിട്ട് വീണ്ടും അവർ സ്നോർക്കലിങ് ചെയ്യും. അപ്പോൾ ആ 20 മിനിറ്റ്സ് ഗ്യാപ്പുകളാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പം ആദ്യം നമ്മൾ റെഡി ആയില്ലെങ്കിൽ ഞങ്ങൾക്ക് പറ്റിയൊരു കാര്യം, ഞങ്ങൾ റെഡി ആവാതെ കുട്ടികളെയൊക്കെ ആയിട്ടിരുന്നു. അപ്പോൾ എല്ലാവരും പോയി ഇറങ്ങി ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയപ്പോഴേക്കും സ്നോർക്കലിംഗ് റെഡി ആയപ്പോഴേക്കും അത് സ്കൂബ ഡൈവിങ്ങിന് വിളിച്ചു. അതൊരു ഡിഫിക്കൽട്ടി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിയിരിക്കുക. സ്കൂബ ഡൈവിങ്ങിന് പോകുന്നവർ തീർച്ചയായിട്ടും അവിടെ എത്താറാകുമ്പോഴേക്കും 10 മിനിറ്റ്സിന് മുമ്പെങ്കിലും റെഡിയായി ജമ്പ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുക. പിന്നെ ചെയ്യാൻ തയ്യാറാണ്. കാരണം അത്രയ്ക്ക് വർത്തമാനിയാണ്. അങ്ങനെ ദീർഘമായ ഒരാഴ്ച നീണ്ട ഹോളിഡേയ്സിന് ഏകദേശം വിരാമമായി. ദുബായിലുണ്ടായിരുന്ന എൻ്റെ ഒരു സുഹൃത്ത് ഓൾവേസ് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഹോളിഡേയ്സ് ഫിനിഷ് ആവുന്ന സമയത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹോളിഡേയ്സിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് വേണം. അത് ക്യാഷ് വേണമെന്നുണ്ടെങ്കിൽ ജോലി അല്ലെങ്കിൽ ബിസിനസ് ചെയ്യണം. തിരിച്ചു പോയി ജോലി ചെയ്ത് അല്ലെങ്കിൽ ബിസിനസ് ചെയ്ത് വീണ്ടും ക്യാഷ് ഉണ്ടാക്കി മറ്റൊരു ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അത് തന്നെയാണ് ജീവിതവും. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയുള്ള ആ ബാക്ക് ടു ലൈഫ് മോഡിലേക്ക് തിരിച്ചു പോവുകയാണ്.